ഈ അരിമ്പാറയുള്ള ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അരിമ്പാറയിലെ താഴ്ഭാഗത്തേക്കും എല്ലാം ഈ സാധനം പോകും. ഇപ്പോൾ ഒരൊറ്റ എല്ലാവരും 2-3 ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചില സാധനങ്ങൾ ഇളകി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് താണ്ട് ജസ്റ്റ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഈ അരിമ്പാറ ഇങ്ങനെ ഇളകി നമ്മുടെ മുട്ടുവേദനയുള്ള ഭാഗത്ത് മുട്ടിനോട് ചേർത്ത് താണ്ട ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ പെതിയെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കൂടുതലും രാത്രിയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു വള്ളി എന്തെങ്കിലും നമ്മുടെ എരിക്കിൻ്റെ ഇല ഇപ്പോൾ നല്ലതുപോലെ ചൂടാക്കി എടുക്കുക. അപ്പോൾ 1-2 ഇല നമുക്കിങ്ങനെ ചൂടാക്കി എടുക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ എത്ര വലിയ അരിമ്പാറയും പാലുണിയൊക്കെ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റിയ ഒരു കിടില ഒറ്റമൂലിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതാണ് എരിക്ക്. അപ്പം എരിക്കിൻ്റെ താണ്ട ഈ വരുന്ന കറ മാത്രം മതി നിങ്ങളുടെ എത്ര വലിയ അരിമ്പാറ പ്രശ്നങ്ങളും അരിമ്പാറ പാലുണ്ണി പോലെ പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് മാറ്റാം. അത് മാത്രമല്ല മുട്ടുവേദന നടുവേദനയ്ക്ക് ഇതുപോലെ പറ്റിയ മറ്റൊരു ഔഷധമല്ല. ആയുർവേദത്തിൽ പറയുന്ന ദിവ്യ ഔഷധമാണ് അതാണ്ട് ഈ എരിക്കിൻ്റെ ഇല. ഇപ്പോൾ എരിക്കിൻ്റെ ഇല എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സുഹൈലാണ് അതാണ്ട് എൻ്റെ കയ്യിൽ കാണുന്ന അരിമ്പാറുണ്ട്. ഇത് അരിമ്പാറയൊന്നുമല്ല, ഇതൊരു കുരുമുളകാണ്. ഇതെങ്ങനെയാണ് ഈ അരിമ്പാറ പോകുന്നത്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ തന്നെ നമ്മുടെ ഈ എരിക്കിൻ്റെ ഇലയില്ലേ, എരിക്കിൻ്റെ ഇല ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് കറ ഉണ്ടോ, ഈ വെള്ള കളർ കറ നമ്മുടെ അരിമ്പാറയുള്ള ഭാഗത്ത് താണ്ട ജസ്റ്റ് താണ്ട ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ അരിമ്പാറയുള്ള ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അരിമ്പാറയിലെ താഴ്ഭാഗത്തേക്കും എല്ലാം ഈ സാധനം പോകും. ഇപ്പോൾ ഒരൊറ്റ എല്ലാവരും 2-3 ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചില സാധനങ്ങൾ ഇളകി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് താണ്ട ജസ്റ്റ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഈ അരിമ്പാറ ഇങ്ങനെ ഇളകി പോകുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെ ഇളകി പോകുന്നതായിട്ടാണ്. അപ്പം അത്രത്തോളം ഉപയോഗിച്ച് ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞൊരു സാധനമാണ് എരിക്കിൻ്റെ ഇല. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും. യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ അത്ഭുത ഗുണത്തെ പറ്റി. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ എരിക്കിൻ്റെ ഇല കൊണ്ട് മുട്ടുവേദന മാറ്റാൻ പറ്റും. അതും വളരെ സിമ്പിളാണ്. അത് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണിച്ചു തരാം. ഇന്ന് തന്നെ നമ്മുടെ എരിക്കിൻ്റെ ഇല ഇപ്പോൾ നല്ലതുപോലെ ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാക്കിയ എരിക്കിൻ്റെ ഇല നമ്മുടെ മുട്ടുവേദനയുള്ള ഭാഗത്ത് മുട്ടിനോട് ചേർത്ത് താണ്ട ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ പെതിയെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കൂടുതലും രാത്രിയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു വള്ളി എന്തെങ്കിലും വെച്ച് കെട്ടുക. കൂടുതലായിട്ട് വേദന കാലിലോട്ട് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ ഓരോ എരിക്കിൻ്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല, ഒരുപാട് പേര് ഉപയോഗിച്ച് ഇതും റിസൾട്ട് വന്നതാണ്. അപ്പോൾ എരിക്കിൻ്റെ ഇലയെന്ന് പറയുന്ന സാധനം നിസ്സാരക്കാരനല്ല. നിങ്ങൾ എരിക്കിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. ഈ അരിമ്പാറയും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നത്തിനും എരിക്കിൻ്റെ പൂവ്, അത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എരിക്കിൻ്റെ പൂവ് കൊണ്ട് അലർജി പ്രശ്നങ്ങളും സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മുടെ പേജിൽ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പം ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ പേജിൽ വരും. ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചു.